കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി വീണ്ടും ശശി തരൂർ. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ വഴികളുണ്ട്. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ തരൂർ തുറന്നടിച്ചു. സംസ്ഥാനത്തെ പാർട്ടിയിൽ നേതൃപ്രതിസന്ധിയുണ്ടെന്ന് തുറന്നടിക്കുകയാണ് തരൂർ. UDF-ൽ ഘടകകക്ഷികൾ അസംതൃപ്തരാണ്. ജനപിന്തുണയിൽ മുന്നിലുള്ള ആളാണ് താൻ. കോൺഗ്രസുകാരല്ലാത്ത ആളുകളും തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തരൂർ പറയുന്നു. അതുപോലെ വോട്ട് ബാങ്കുകൾക്കപ്പുറത്തേക്ക് ജനസമ്മതി നേടാൻ പാർട്ടിക്ക് കഴിയണമെന്നും തരൂർ ആവശ്യപ്പെടുന്നു. തരൂരുമായി ബന്ധപ്പെട്ട് ഒരു വിവാദത്തിനുമില്ലെന്ന് രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധിയെ കണ്ടതിന് മുൻപാണ് അഭിമുഖം നൽകിയതെന്ന് കരുതുന്നു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ലെന്നും ചെന്നിത്തല. ശശി തരൂരിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൂടെ നിർത്തണമെന്നാണ് അഭിപ്രായമെന്ന് കെ മുരളീധരൻ. തരൂരിനെ പാർട്ടി പ്രയോജനപ്പെടുത്തണം. തരൂരിനെ കൂടുതൽ ചുമതലകൾ ഏൽപ്പിക്കണം. പാർലമെന്റിലെ ചർച്ചകളിൽ അടക്കം കൂടുതൽ പ്രാതിനിധ്യം നൽകണം. കോൺഗ്രസാണ് സീറ്റ് തന്നതെന്നും പാർട്ടിക്കാരാണ് പ്രവർത്തിച്ചതെന്നും ആരും മറക്കരുത്. കേരളത്തിൽ പാർട്ടിക്ക് നേതൃക്ഷാമമില്ലെന്നും മുരളീധരൻ. തരൂർ പറഞ്ഞത് ശരിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDF-ഉം CPM-ഉം പറയുന്ന കാര്യമാണ് തരൂർ പറഞ്ഞത്. കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന നേതാവാണ് തരൂരെന്നും അദ്ദേഹത്തെ വില കുറച്ചു കാണേണ്ട കാര്യമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പിണറായിയോട് വലിയ താല്പര്യമുള്ള നേതാവാണ് ശശി തരൂരെന്ന് KV തോമസ് ന്യൂസ് 18നോട്. BJP-യിലേക്ക് പോകരുതെന്ന് തരൂരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ നിലയിൽ മുന്നോട്ട് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് പോലും കിട്ടില്ലെന്നും KV തോമസ്. കൊച്ചി ലുലു ബോൾഗാട്ടി സെന്ററിൽ നടന്ന നിക്ഷേപക ഉച്ചകോടി വൻ വിജയമെന്ന് വ്യവസായ മന്ത്രി P രാജീവ്. കേരളത്തിന്റെ വ്യവസായ മേഖലയുടെ ശരിയായ ലക്ഷ്യം ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടാൻ ഉച്ചകോടിക്ക് കഴിഞ്ഞുവെന്നും 3 വർഷത്തിലൊരിക്കൽ ഉച്ചകോടി നടത്തുമെന്നും മന്ത്രി.